ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് നാളെ തുടക്കമാവുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാൽനടയായി എത്തിക്കുന്ന നെയ്യ് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നതോടെയാണ് അക്കരെ കൊട്ടിയൂരിൽ തീർത്ഥാടനം ആരംഭിക്കുന്നത്. മറ്റന്നാൾ അർദ്ധരാത്രിയിൽ ഭണ്ണാരം എഴുന്നള്ളത്ത് കൂടി അക്കരെ ക്ഷേത്രത്തിലെത്തിയാൽ സ്ത്രീകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയും. വലിയ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. കൊട്ടിയൂരിൽ നിന്ന് അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിശ്വപ്രസിദ്ധമായ കൊട്ടിയൂർ തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ്. കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ ഭക്തജന പ്രവാഹം കൊട്ടിയൂർ തീർത്ഥാടനത്തിനുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി ഭക്തരാണ് കൊട്ടിയൂരിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് അറിയാവുന്നതാണ്, കൊട്ടിയൂരിലെ തീർത്ഥാടനം വളരെ പ്രകൃതി രമണീയമായ ഒരു തീർത്ഥാടനം കൂടിയാണ്. ഭാവലിപ്പുഴയുടെ തണുപ്പും പ്രകൃതിയുടെ നനവും മഴയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രകൃതിയും ദൈവവും ഒന്നാണ് എന്നുള്ള സന്ദേശം മനുഷ്യന് പകർന്നു നൽകുന്ന ഒരു തീർത്ഥാടനം കൂടിയാണ്. മെയ് 29-ാം തീയതി ഭണ്ണാരം എഴുന്നള്ളത്ത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അക്കരെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും ഇവിടത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടാവുക. പിന്നീട് ജൂൺ 5-ന് തിരുവോണം ആരാധന, ജൂൺ 7-ന് ഇളനീർ വെപ്പ് നടക്കും. ഇളനീർ വെപ്പിന് വലിയ ഭക്തജന ലക്ഷങ്ങളാണ് ഓരോ ഇളനീർ വെപ്പ് ചടങ്ങിനും എത്തിച്ചേരാറുള്ളത്. ജൂൺ 20-ാം തീയതി മകം കലംവരവോടുകൂടിയാണ് സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അവസാനിക്കുന്നത്. അന്ന് ഉച്ചയോടുകൂടി തന്നെ സ്ത്രീകൾ അക്കരെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അവസാനിക്കും. 28 ദിവസം നീളുന്ന തീർത്ഥാടനമാണ് കൊട്ടിയൂരിൽ നടക്കുന്നത്. ആ തീർത്ഥാടനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, പാർക്കിങ്ങിന് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും കൊട്ടിയൂർ തീർത്ഥാടനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ക്ഷേത്ര സന്നിധിയും ഈ തീർത്ഥാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. പ്രകൃതിയും മനുഷ്യനുമൊക്കെ ഒന്നാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഇവിടത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ പഠിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു അനുഭവം അനുഭവിച്ചറിയാൻ കൂടി വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഈ കൊട്ടിയൂർ തീർത്ഥാടനത്തിലേക്ക് എത്തിച്ചേരുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ തീർത്ഥാടനത്തിന് ഈ ജൂൺ 28 തുടക്കമാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ദിനേശ് ചെറുപക്ഷയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, റിപ്പോർട്ടർ, കണ്ണൂർ.